ഇക്കഴിഞ്ഞ കാൽനൂറ്റാണ്ടിൽ മലയാളത്തിലിറങ്ങിയ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകങ്ങളുടെ പട്ടിക മലയാള മനോരമ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിലുൾപ്പെട്ട ഒരു കവിതാ ഗ്രന്ഥമാണ് ശ്യാമമാധവം. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞോ? KSFE ഈ നാടിന്റെ ധൈര്യം. പ്രഭാവർമ്മയുടെ കാവ്യാഖ്യായികയാണ്. പ്രഭാവർമ്മ മലയാളത്തിലെ സമകാലിക കവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. ONVയ്ക്കും സച്ചിദാനന്ദനും കടമ്മനിട്ടയ്ക്കും സുഗതകുമാരിക്കും അയ്യപ്പപ്പണിക്കർക്കും ഒക്കെ ശേഷമുള്ള തലമുറയിലെ പ്രധാനപ്പെട്ട പേരാണ് പ്രഭാവർമ്മ. അദ്ദേഹം ഒട്ടേറെ കവിതാ സമാഹാരങ്ങൾ രചിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം ഗദ്യസമാഹാരങ്ങളുണ്ട്, ഒരു നോവലുണ്ട്. ഒരുപാട് ബഹുമതികൾ, പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡുകൾ, ശ്യാമമാധവത്തിനാണെങ്കിൽ വയലാർ അവാർഡ്, പിന്നീട് ഉള്ളൂർ അവാർഡ്. മലയാളത്തിലെ സാഹിത്യരംഗത്തെ ഏറെക്കുറെ എല്ലാ പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് പ്രഭാവർമ്മ. ഇത് 2012 ശ്യാമമാധവം എന്ന പുസ്തകം എന്ന കാവ്യാഖ്യായിക ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ മുതൽ ഇന്ന് വരെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടതുമൊക്കെ ആയ കൃതിയാണത്. നമ്മൾ ഈ പരമ്പരയിൽ നേരത്തെ പരാമർശിച്ച ഒരു കാര്യമാണ് സാഹിത്യരംഗത്തെ പുനർവായനകളുടെ അല്ലെങ്കിൽ ബദൽ ആഖ്യാനങ്ങളുടെ ഒരു പാരമ്പര്യത്തെക്കുറിച്ച്. അങ്ങനെ ഒട്ടേറെ കൃതികൾ ലോക സാഹിത്യത്തിൽ എന്ന പോലെ മലയാള സാഹിത്യത്തിലുമുണ്ട്. ഈ കഴിഞ്ഞ 25 വർഷത്തെ ചില കൃതികളിലും അങ്ങനെ ഉള്ള കൃതികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ആത്രേയകം. പ്രത്യേകിച്ച് പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും മിത്തുകളുടെയും ഒക്കെ കൗണ്ടർ നറേറ്റീവുകൾ അല്ലെങ്കിൽ ബദലാഖ്യാനങ്ങൾ, നായകൻ പ്രതിനായക സ്ഥാനത്തും പ്രതിനായകൻ നായക സ്ഥാനത്തും വരുന്ന കഥാപാത്രങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകളുടെ, അവരുടെ മൂല്യങ്ങളെ പുതിയ കാലത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അതിനെ പുതിയ രീതിയിൽ അവയെ വിലയിരുത്തുന്ന കൃതികൾ. അതിൽ നായകന്മാർ വില്ലന്മാരാകുന്നു, വില്ലന്മാർ തിരിച്ച് ആകുന്നു. അതോടൊപ്പം തന്നെ പുതിയ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടുകളിലൂടെ കൃതികളെയും കഥാപാത്രങ്ങളെയും അവരുടെ ചെയ്തികളെയും വിലയിരുത്തുന്ന പഠനങ്ങളുണ്ടായിട്ടുണ്ട്. അത് സ്ത്രീപക്ഷ കാഴ്ചപ്പാടിലൂടെയുണ്ട്, ദലിത് പക്ഷ കാഴ്ചപ്പാടിലുണ്ട്, ഇക്കോ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിപരമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ പഴയ കൃതികളെ വിലയിരുത്തുന്നുണ്ട്. ഇതൊക്കെ വാസ്തവത്തിൽ സാഹിത്യത്തിൽ, ലോകസാഹിത്യത്തിൽ തന്നെ വളരെ പരിചിതമായ ചില രീതികളാണ്. അത് പലതരത്തിലുള്ള ജനാധിപത്യവൽക്കരണത്തിനും ബഹുസ്വരതയ്ക്കുമൊക്കെ വഴി തരുന്ന ഒന്നാണ്. അവയിലൊന്നാണ് ശ്യാമമാധവം ശ്രീകൃഷ്ണൻ്റെ കഥാപാത്രത്തെക്കുറിച്ചുള്ള ഒരു പുനർവായനയാണ്. ആസന്ന മരണനായി ഇരിക്കുന്ന ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിന് 36 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുലമായ യാദവവംശം പരസ്പരം കൊന്നും ഒടുക്കിയും കഴിഞ്ഞ് ആകെ ദുരിതത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും ഒക്കെ ഭൂമിയിൽ അദ്ദേഹം സ്വയം സമാധിക്കായി വനാന്തർഭാഗത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ പെരുവിരൽ കണ്ട് അതൊരു കൃഷ്ണ മൃഗത്തിൻ്റെ, ഒരു മാനിൻ്റെ ശരീരമാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു നിഷാദൻ്റെ അമ്പ് കൊണ്ട് അദ്ദേഹം സമാധിയിലേക്ക്, മരണത്തിലേക്ക്, സ്വർഗാരോഹണത്തിലേക്ക് ഉള്ള നിമിഷങ്ങൾ കാത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളുടെ ഒരു വ്യാഖ്യാനമാണ് പ്രഭാവർമ്മ നടത്തിയിരിക്കുന്നത്. ആ ചിന്തകൾ അങ്ങേയറ്റം ആന്തരിക വ്യഥ നൽകുന്ന ചിന്തകളാണ്. ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അധാർമികമായിട്ട് ഉള്ള നടപടികളെക്കുറിച്ചുള്ള പശ്ചാത്താപമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കുറ്റബോധമാണ്, പാപബോധമാണ് അദ്ദേഹത്തെ അവസാന ഈ ആസന്ന മരണനായി കിടക്കുന്ന അല്ലെങ്കിൽ മരണത്തെ കാത്തിരിക്കുന്ന നിമിഷത്തിൽ അദ്ദേഹത്തിനുണ്ടാകുന്നത്. ആ പാപങ്ങളെക്കുറിച്ചുള്ള, ആ പാപചിന്തകളെക്കുറിച്ചുള്ള അദ്ദേഹം കടന്നു പോകുന്ന ആ അഗാധമായ ആന്തരിക വ്യഥയിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഗംഭീരമായ ഒരു കാവ്യാഖ്യായികയാണ് ശ്യാമമാധവൻ.
ശ്രീകൃഷ്ണൻ എന്ന കഥാപാത്രം നേരത്തെ പറഞ്ഞ പോലെ പല പൗരാണിക കഥാപാത്രങ്ങളെ പുതിയ കാഴ്ചപ്പാടിലൂടെ കണ്ടെത്തുന്ന ഒരുപാട് കുട്ടിക്കൃഷ്ണമാരാരുടെ മഹാഭാരതത്തെ തന്നെ അതിലെ ദൈവങ്ങളെ മനുഷ്യരാക്കി അതിലെ നായകന്മാരുടെ വളരെ വളരെ ഇരുണ്ട വശങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളാണ് നടത്തിയതെങ്കിൽ പിന്നീട് പി.കെ. ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ അങ്ങനെ ഒരു കൃതിയാണ്. എം.ടി. വാസുദേവൻ നായരുടെ രണ്ടാമൂഴം ഭീമൻ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള ഒരു പുനർവായനയാണ്. ഇവയിൽ ഒന്നാണ് വാസ്തവത്തിൽ ആ പരമ്പരയിൽ മലയാളത്തിലെ ആ പരമ്പരയിൽ ഒരുപക്ഷെ കാവ്യരംഗത്ത് നടത്തുന്ന ഒരു പരീക്ഷണമാണ് ശ്യാമമാധവൻ. കാവ്യരംഗത്ത് ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. പുരാണ കഥാപാത്രങ്ങളെ പുനർവായന ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മലയാള കാവ്യമാണ് വയലാർ രാമവർമ്മയുടെ രാവണപുത്രി. സീതയെ രാവണൻ്റെ മകളായി കാണുന്ന ജൈന രാമായണത്തിൻ്റെ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ടാണ് ആ പുസ്തകം രചിച്ചത്. ശ്രീകൃഷ്ണനെക്കുറിച്ച് മലയാളത്തിലല്ല മറ്റൊരു ഹിന്ദിയിൽ വളരെ പ്രധാനപ്പെട്ട സമാനമായിട്ടുള്ള ഒരു പുനരാഖ്യാനമുള്ളത് അന്ധായുഗാണ്. ധർമ്മവീർ ഭാരതിയുടെ ആ പുസ്തകം ശ്രീകൃഷ്ണ കഥാപാത്രത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായിട്ടുള്ള മഹാഭാരതത്തെക്കുറിച്ചുള്ള ഒരു പുനർവായനയാണ്. അതിൽ ശ്രീകൃഷ്ണൻ കുതന്ത്രശാലിയായ ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയാണ് അദ്ദേഹം അതിനകത്ത് അവതരിക്കുന്നത്. 1919 ഇന്നേക്ക് ഏതാണ്ട് 100-ലേറെ വർഷം മുമ്പ് രചിച്ച കുമാരനാശാൻ്റെ അതിപ്രശസ്തമായ ചിന്താവിഷ്ടയായ സീതയുടെ കാഴ്ചപ്പാടിലൂടെ ശ്രീരാമനെ വിലയിരുത്തുന്ന ഒരു കൃതിയാണ്. അതിലൊരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടിലൂടെ ശ്രീരാമൻ്റെ പുരുഷാധിപത്യപരമായ അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചെയ്തികളെക്കുറിച്ചൊക്കെയുള്ള അതിഗംഭീരമായ മലയാളത്തിലിറങ്ങിയ ഏറ്റവും മികച്ച കാവ്യങ്ങളിലൊന്നായ ചിന്താവിഷ്ടയായ സീത ഏതാണ്ട് അതിൻ്റെ ചുവട് പിടിച്ചാണ്. അത് ശ്രീരാമനെക്കുറിച്ചാണെങ്കിൽ ഇത് ശ്രീകൃഷ്ണനെക്കുറിച്ചാണ്. ശ്രീകൃഷ്ണൻ്റെ സ്വന്തം കർമ്മങ്ങളെക്കുറിച്ച് ശ്രീകൃഷ്ണൻ എല്ലാ അർത്ഥത്തിലും എല്ലാ സദ്ഗുണസമ്പന്നനായ ദൈവമാണ് ഈ ഇതിഹാസത്തിലുള്ളതെങ്കിലും അതിൽ തന്നെ ആ ഇതിഹാസങ്ങൾ മഹാഭാരതത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മനുഷ്യ സഹജമായ മറുവശങ്ങളെയും കുറിച്ച് അതുകൊണ്ടാണ് മഹാഭാരതം ഒരു ക്ലാസിക്കായിട്ട് ഗംഭീര ക്ലാസിക്കായിട്ട് മാറുന്നത്. അദ്ദേഹം തന്നെ മുന്നിൽ ഗ്ലാനി വരുമ്പോൾ ധർമ്മ പുനഃസ്ഥാപനത്തിനായി സംഭവിക്കുന്ന ഭഗവാൻ എന്ന ശ്രീകൃഷ്ണൻ വാസ്തവത്തിൽ അദ്ദേഹം യുദ്ധത്തിൻ്റെ തന്ത്രങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി വിജയത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി സ്വപക്ഷത്തിന് വേണ്ടി ഒക്കെ ചെയ്തു കൂട്ടിയ തെറ്റുകളെക്കുറിച്ച് അധാർമിക ചെയ്തികളെക്കുറിച്ചാണ് അദ്ദേഹം തന്നെ സ്വയം ആത്മപരിശോധന നടത്തുന്നത്. അതിൽ യുദ്ധത്തിന് കാരണക്കാരനായി തന്നെ ശ്രീകൃഷ്ണനെ ഗാന്ധാരി കാണുകയും ഗാന്ധാരിയാണ് അദ്ദേഹത്തെ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം 36 വർഷം കഴിയുമ്പോൾ ഒറ്റയ്ക്ക് മരണപ്പെട്ടു പോകട്ടെ, നിങ്ങളുടെ കുലം മുടിഞ്ഞു പോകട്ടെ എന്ന ശാപം നൽകുന്നത്. അപ്പോൾ അദ്ദേഹം ഈ കുരുക്ഷേത്ര യുദ്ധം ബന്ധുക്കളെ കൊല്ലുക, സുഹൃത്തുക്കളെ കൊല്ലുക, അങ്ങനെ നാശവും കെടുതിയും ദുരിതവും മാത്രം വിതച്ച ഒരു മഹായുദ്ധത്തിൻ്റെ മുഖ്യ കാരണഭൂതനായാണ് ശ്രീകൃഷ്ണൻ മഹാഭാരതത്തിൽ അവതരിക്കുന്നത്. അതുതന്നെ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. കാരണം ഈ അധികാരത്തിനും വിജയത്തിനും ഒക്കെ ശേഷം കണ്ടത് കണ്ണീരിൻ്റെയും മരണത്തിൻ്റെയും ദുരിതത്തിൻ്റെയും മാത്രം അവശേഷിപ്പുകളാണ് എന്നുള്ളതാകുമ്പോഴാണ് യുദ്ധത്തിൻ്റെയും അധികാരത്തിനു വേണ്ടി നടക്കുന്ന ഈ പോരാട്ടത്തിൻ്റെയും വ്യർത്ഥതയുടെ ഒരാഖ്യാനമായി മഹാഭാരതം മാറുന്നത്. അതുകൊണ്ടാണ് മഹാഭാരതത്തിന് ജയം എന്നൊരു പേരുള്ളത്. ഈ ജയത്തിൻ്റെ വ്യർത്ഥത അല്ലെങ്കിൽ അധികാര നേട്ടത്തിൻ്റെയും അധികാര മത്സരത്തിൻ്റെയും വ്യർത്ഥത ഇതൊക്കെയാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്ത ഓരോ കൃത്യങ്ങൾ ശ്രീകൃഷ്ണൻ്റെ അതിൽ കർണനോട് കാണിച്ച തെറ്റായ സമീപനം, അർജുനന് വേണ്ടിയിട്ട് അർജുനൻ്റെ വിജയത്തിന് വേണ്ടി അദ്ദേഹം കുരുക്ഷേത്ര ഭൂമിയിൽ നടത്തിയ തെറ്റുകൾ, ജയദ്രഥൻ്റെ വധം, അതിനു മുമ്പ് ജരാസന്ധനെ കൊല്ലാൻ നടത്തിയ ഭീമന് വേണ്ടി സഹായിച്ച അധാർമികമായ പ്രവർത്തനങ്ങൾ, ദുശാസനെ കൊല്ലാൻ, ദുര്യോധനനെ കൊല്ലാൻ, ഇതൊക്കെ കൃഷ്ണൻ്റെ തന്ത്രങ്ങളിലൂടെയും ഒരുപക്ഷെ അധാർമികവും അനീതി നിറഞ്ഞതുമായ കുതന്ത്രങ്ങളിലൂടെയാണ് ഈ കൊലപാതകങ്ങളും ഈ വധങ്ങളും എല്ലാം നടത്തിയത്. ആ കൊലപാതകങ്ങൾക്കൊപ്പം അദ്ദേഹം ഗാന്ധാരിയോടും ധൃതരാഷ്ട്രരോടുമൊക്കെ ചെയ്ത തെറ്റുകളെക്കുറിച്ച്, ഗാന്ധാരിയുടെ കുലത്തിന് അദ്ദേഹം മക്കളെ മുഴുവൻ കൊലപാതകത്തിൻ്റെ വഴിയായ യുദ്ധത്തിന് വേണ്ടി ധൃതരാഷ്ട്രയുടെ കുലം മുഴുവൻ മുടിക്കാൻ കാരണമായ യുദ്ധത്തിന് താൻ കാരണമായല്ലോ എന്നുള്ള ദുഃഖം, ഇതെല്ലാം കൃഷ്ണനെ വേട്ടയാടുകയാണ്. കൃഷ്ണനെ
അതോടൊപ്പം അദ്ദേഹം മറ്റ് പല വ്യക്തികളോടും അദ്ദേഹം സ്വീകരിച്ച സമീപനത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാമുകിയായ രാധയെ അദ്ദേഹം ഉപേക്ഷിച്ചു പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രുക്മിണിയോട് ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം ചെയ്യാതിരിക്കുന്നു. അങ്ങനെ എല്ലാ കുറ്റങ്ങളുടെയും കുറവുകളുടെയും ഒരു ആത്മപരിശോധന, അവരെയൊക്കെ അദ്ദേഹം ആ നിമിഷം കാണുകയാണ്. അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, വളരെ വേദനാജനകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഒക്കെയാണ്. അതൊരു അതിഭൗതിക തലത്തിലുള്ളതാണെങ്കിലും അതൊക്കെയാണ് അദ്ദേഹം ഈ അവസാനത്തെ ഈ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിനെ വ്യാകുലപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള കൃഷ്ണ ദുഃഖം അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അവസാന കാലത്തെ വ്യഥ, ഇതാണ് ഈ പുസ്തകം. അതുകൊണ്ടാണ് ഇതിന് ശ്യാമമാധവം. ശ്രീകൃഷ്ണൻ ശ്യാമവർണ്ണനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ തൊലിയുടെ നിറമല്ല, അദ്ദേഹത്തിൻ്റെ ഇരുണ്ട വശം, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലെ ഇരുണ്ട വശം ആണ് ഈ കൃതിയിൽ പ്രഭാവർമ്മ വളരെ വളരെ ഗംഭീരമായി വിവരിക്കുന്നത്. ശ്രീകൃഷ്ണനെ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ പാപബോധത്തിൻ്റെയും കുറ്റബോധങ്ങളുടെയും അദ്ദേഹം ചെയ്ത തെറ്റുകളുടെയും ഒക്കെ വിചാരണയ്ക്കപ്പുറത്ത് അതിനുശേഷം ഒരു ഖണ്ഡം ഇതിൽ ഈ കാവ്യാഖ്യയിൽ കൃഷ്ണനെപ്പറ്റി തന്നെയുള്ളൊരു വിലയിരുത്തലാണ്. അദ്ദേഹം തന്നെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ പരമ്പരയെക്കുറിച്ച് പ്രഭാവർമ്മ പറയുന്നുണ്ട്. ജനിച്ചത് തന്നെ ഒരു തടവറയ്ക്കുള്ളിൽ യാദൃശ്ചികമായി പുറത്തു വരുന്നെങ്കിലും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ മരണം അദ്ദേഹത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നത്, അദ്ദേഹത്തിനെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ നിന്ന് അദ്ദേഹം കടന്നു പോകുന്നത്, പിന്നീട് അദ്ദേഹം അനുഭവിച്ച പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ ദുരിതങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു പക്ഷേ ഈ നമ്മുടെ ശ്രീകൃഷ്ണനെക്കുറിച്ച് മലയാളത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബദലാഖ്യാനം, ഒരു കൗണ്ടർ നറേറ്റീവ് ആണ് ശ്യാമമാധവം. ഇത് പുറത്ത് മറ്റ് ഭാഷകൾ പലതും ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെ രസകരമായൊരു കാര്യം, കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം ബങ്കിം ചന്ദ്ര ചാറ്റർജി, വന്ദേമാതരത്തിൻ്റെ കർത്താവ്, ആനന്ദമഠം പോലെയുള്ള നോവലുകളുടെ കർത്താവൊക്കെയായ വളരെ പ്രശസ്തനായ വിഖ്യാതനായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു പുസ്തകം ശ്രീകൃഷ്ണ ചരിത്രം എന്നുള്ളത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് എഴുതിയതാണ്. ഇത് വാസ്തവത്തിൽ ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു ദൗത്യമാണ് നിർവഹിച്ചത്. അതിൽ ഈ ശ്രീകൃഷ്ണൻ്റെ എല്ലാ ചപല സ്വഭാവങ്ങളിൽ നിന്നും ശ്രീകൃഷ്ണനെ മോചിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനെ ഒരു മര്യാദാ പുരുഷോത്തമനായി അവതരിപ്പിക്കുകയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ചെയ്തത്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അതിന് പ്രധാനപ്പെട്ട കാരണമാണ്. ഹിന്ദു മതാധിഷ്ഠിതമായ ദേശീയതയുടെ ഏറ്റവും വലിയ വക്താവായിരുന്നു അദ്ദേഹം. ആ കാലത്ത് 19-ാം നൂറ്റാണ്ട് അവസാനം ബംഗാൾ ഉയർന്നു വന്ന ഒരു തീവ്ര ഹിന്ദു ദേശീയതയുടെ ഒരു വക്താവായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ ശ്രീകൃഷ്ണനെ ഉയർന്നു വരുന്ന ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഹീറോ ആയിട്ട്, ഒരു പ്രധാനപ്പെട്ട നായകനായി പ്രതിഷ്ഠിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗാളിലെ വൈഷ്ണവൈറ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്, വൈഷ്ണവ പ്രസ്ഥാനം ബംഗാളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ നേതൃത്വത്തിൽ ആ വൈഷ്ണവൈറ്റ് പ്രസ്ഥാനം വാസ്തവത്തിൽ ഈ ശ്രീകൃഷ്ണൻ്റെ ലീലകളിലേക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രണയ സ്വഭാവത്തിലേക്കും ഒക്കെ ഒരുപാട് വ്യാപരിക്കുന്ന, അദ്ദേഹത്തിനെ അങ്ങനെ ഒരു വലിയ ദൈവമായി കരുതുന്ന ഒന്ന്. അത് തീർച്ചയായിട്ടും ശ്രീകൃഷ്ണനെ ഒരു ദുർബലനായോ അല്ലെങ്കിൽ അതൊരു ചപലനായോ മറ്റോ ചിത്രീകരിക്കുന്നത് പോലെയാണെന്നുള്ള വിശ്വാസത്തിലാണ് ബങ്കിം ചന്ദ്രൻ മറ്റൊരു ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചത്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ പാശ്ചാത്യ വിമർശകർ, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ, ഇന്ത്യൻ ചരിത്രത്തിൻ്റെ, ഇന്ത്യൻ ഇതിഹാസങ്ങളുടെയും ഹിന്ദു മതത്തിൻ്റെയും ഒക്കെ വലിയ വിമർശകരായിരുന്ന പാശ്ചാത്യർ ഹിന്ദു ദൈവങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കും. അവരൊരു സ്ത്രീ ചാവല്യമുള്ളവരാണ്, അല്ലെങ്കിൽ സ്ത്രീലമ്പടന്മാരാണ്, അവർ സ്ത്രീകളുടെ പിന്നാലെ ഓടുന്നവരാണ്, അല്ലെങ്കിൽ അവർ ഹിംസ, കുരുക്ഷേത്ര യുദ്ധം പോലെ ഹിംസയുടെ വക്താക്കളാണ് എന്നൊക്കെയുള്ള ആരോപണത്തിന് മറുപടിയായും കൂടിയായിരുന്നു ശ്രീകൃഷ്ണനെ ഒരു വലിയ ഒരു ഏറ്റവും ആദർശധീരനായി ബങ്കിം ചന്ദ്ര ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. അതിനുശേഷം ഏതാണ്ട് ബങ്കിം ചന്ദ്രയുടെ രാഷ്ട്രീയം പിന്തുടർന്ന കെ മുൻഷി ഒരു ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനത്തിലും ഇങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ ആണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ പിന്നീട് ഒരുപാട് വ്യത്യസ്തമായ രചനകൾ വരികയും ശ്രീകൃഷ്ണനെ പല തലങ്ങളിലും ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണനെ ഒരു വില്ലനായി ചിത്രീകരിക്കുന്ന പഠനങ്ങൾ അല്ലെങ്കിൽ കൃതികൾ വന്നിട്ടുണ്ട്. അതിലെ യുഗാന്ത അതിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇരാവതി കാർവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രശസ്തമായ 60കളുടെ അവസാനം രചിച്ച, അത് മഹാഭാരതത്തെ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലൂടെ, അതിലും നായകന്മാർ പ്രതിനായകന്മാരുണ്ട്, അതിൻ്റെ ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും ഒക്കെ
കാരണങ്ങളെക്കുറിച്ച് ഈരാവതി കർവേ അതിന് കാരണഭൂതനായി പലപ്പോഴും അതിലെ ശ്രീകൃഷ്ണനെയും മറ്റ് നായകന്മാരെയാണ് കാണുന്നത്. പിന്നീട് തുടർച്ചയായി സമീപകാലത്താണെങ്കിൽ ഇൻഡോ ആംഗ്ലിയൻ സാഹിത്യത്തിൽ ഇതിന് വിശദമായ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ, സമഗ്രമായി ഈ രീതിയിലുള്ള പല കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തുന്ന പുസ്തകങ്ങളുണ്ട്. മലയാളിയായ ആനന്ദ് നീലകണ്ഠൻ്റെ അജയ എന്ന് പറയുന്ന പുസ്തക പരമ്പര തന്നെ ഇങ്ങനെയൊന്നാണ്. അജയ എന്ന് പറഞ്ഞാൽ ജയം എന്ന് പറഞ്ഞ മഹാഭാരതത്തിൻ്റെ വിരുദ്ധമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. അതായത് പരാജയപ്പെട്ടവരുടെ കഥ, ദുര്യോധന മഹാഭാരതം എന്ന് വിളിക്കാവുന്ന ഒന്നാണ്. ദുര്യോധനൻ്റെയും കൗരവരുടെയും കാഴ്ചപ്പാടിൽ മഹാഭാരതം. അതിൽ ശ്രീകൃഷ്ണൻ ഒരു വില്ലനാണ്, ഒരു വളരെ എന്താ പറയുന്ന ഒരു കുതന്ത്രങ്ങളുടെ ആളാണ്. പലതരത്തിലുള്ള ധാർമ്മിക പ്രവർത്തികളും ചെയ്യുന്ന ആളാണ്. അതുപോലെയുള്ള ഒരുപാട് ഈ ഇൻഡോ ആംഗ്ലിയൻ സാഹിത്യത്തിൽ ധാരാളം ഇത്തരം പുസ്തകമുണ്ട്. മറാഠിയിൽ യുഗാന്തർ എന്ന് പറയുന്ന പുസ്തകം വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളൊന്നാണ്. ശിവാജി സാവന്തിൻ്റെ പുസ്തകം. അതും ശ്രീകൃഷ്ണനെ ഇങ്ങനെ ഒരു പുതിയ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഒരു തെറ്റുകളും കൂടെയുള്ള മനുഷ്യനാണ്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ധാർമ്മിക പ്രവർത്തനങ്ങളെയൊക്കെ പഠിക്കുന്ന, അതിനെയൊക്കെ പിന്തുടരുന്ന ഒരു പുസ്തകമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ വാസ്തവത്തിൽ മലയാളത്തിൽ ഈ വളരെ ഗംഭീരമായിട്ടുള്ള ഇത്തരം പുസ്തകങ്ങളുടെ പരമ്പരയിൽ തീർച്ചയായിട്ടും അർഹിക്കുന്ന സ്ഥാനമാണ് ശ്യാമമാധവത്തിനുള്ളത്. ഇതിന് ഗംഭീരമായ അവതാരിക എഴുതിയത് ONV ആണ്. ഇതിഹാസമാനമുള്ള കാവ്യം എന്നാണ്. അതോടൊപ്പം പ്രൊഫസർ ഏറ്റുമാനൂർ സോമദാസൻ്റെ അദൃഷ്ടപൂർവമായ ഭാവഭാരതം എന്ന ഒരു ഗംഭീരമായ പ്രൗഢമായ ഒരു പഠനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ONV കുറുപ്പ് പ്രഭാവർമ്മയെ പറ്റി പറയുന്നത്, ആശാനേന്ത്യ പന്തമേറ്റുവാങ്ങിയവരിൽ പ്രമുഖൻ വൈലോപ്പിള്ളിയാണെങ്കിൽ വൈലോപ്പിള്ളിയിൽ നിന്ന് ആ പന്തമേറ്റുവാങ്ങിയ പുതിയ കാലത്തെ കവിയായി പ്രഭാവർമ്മ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നാണ് ONV. തീർച്ചയായിട്ടും പ്രഭാവർമ്മയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പ്രശംസയാണ് ONV കുറുപ്പ് അദ്ദേഹത്തിന് നൽകുന്നത്. ഇതിലൊരു സ്റ്റാൻസ വാസ്തവത്തിൽ ശ്യാമമാധവത്തിൻ്റെ കഥയുടെ, അല്ലെങ്കിൽ ശ്യാമമാധവം എന്ന കാവ്യാഖ്യായികയുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നതാണ്. എന്നാലുണ്ടൊരു കൃഷ്ണരൂപമകമേ എല്ലായ്പ്പോഴും കണ്ണടച്ചെന്നാൽ വന്നു തുളുമ്പും അശ്രുകണമെന്നോണം തിളങ്ങുന്നതായി. എന്നാലുണ്ടൊരു കൃഷ്ണരൂപം അകമേ എല്ലായ്പ്പോഴും കണ്ണടച്ചെന്നാൽ വന്നു തുളുമ്പും അശ്രുകണമെന്നോണം തിളങ്ങുന്നതായി. കാണെ എരിഞ്ഞെരിഞ്ഞ് കനലായി തീരുന്ന ദുഃഖങ്ങളാൽ കാലം തീർത്തൊരു കൃഷ്ണൻ ഈ വന മഹാഗർഭത്തിലേകാകിയായി. അമ്മേടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് വന്നിട്ടോ? ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞോ? KSFE, ഈ നാടിന്റെ ധൈര്യം. ഇങ്ങനെ ഒരേ സമയം ഇതൊരു ദാർശനിക കൃതിയാണ്. പ്രഭാവർമ്മയുടെ ജീവിത വീക്ഷണങ്ങളും തീർച്ചയായിട്ടും ഇതിൽ പല സ്ഥലത്തും തിളങ്ങി നിൽക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെയും ലൗകിക ജീവിതത്തിൻ്റെയും, അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി, വിജയത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ആത്യന്തികമായ വ്യർത്ഥതയെക്കുറിച്ചുള്ള ഒരു ഗംഭീരമായ കൃതിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മതത്തിൻ്റെയും ഇതിഹാസങ്ങളുടെയും അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിച്ച് അവ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബഹുസ്വരതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും വിശ്വാസങ്ങളെയും മതങ്ങളെയും പുനർവായിക്കുന്നതിൻ്റെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി ഇതുപോലെയുള്ള പുസ്തകങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ എന്ന പോലെ ഇങ്ങനെയുള്ള വളരെ വിപ്ലവകരമായിട്ടുള്ള, ഒരുപക്ഷെ അന്ധവിശ്വാസികളെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള പുനർവ്യാഖ്യാനങ്ങൾ ഒക്കെ നടത്തിയ കൃതികൾ ധാരാളം മുമ്പുണ്ടായിട്ടുണ്ടെങ്കിലും സമീപകാലത്ത് മൗലികവാദവും തീവ്രവാദവും ഒക്കെ വളർന്ന് മതാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയും വളരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ബഹുസ്വരതയുടെ പരീക്ഷണങ്ങൾ വളരെ കുറവാണ് കാണുന്നത്. ഒരുപക്ഷെ വർഗീയവാദികൾ കവിത അധികം വായിക്കാത്തതുകൊണ്ടാവാം ഇങ്ങനെ ഒരു പുസ്തകത്തിനെതിരെ വലിയ കലാപങ്ങളൊന്നും നടക്കാത്തത്. പക്ഷേ എന്തുകൊണ്ടും മലയാള സാഹിത്യത്തിനും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ഒക്കെ തന്നെ ജനാധിപത്യ പാരമ്പര്യത്തിനുമൊക്കെ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ നൽകുന്ന സംഭാവന അതുല്യമാണ്. ശ്യാമമാധവം അതുകൊണ്ട് മലയാളത്തിലെ ഏറ്റവും എണ്ണപ്പെട്ട കവിതകളിൽ അല്ലെങ്കിൽ കാവ്യാഖ്യായികകളിൽ മുമ്പിൽ തന്നെ